അപ്പാടെ കുഞ്ഞുമാവ ആരാ? അനിക്കുട്ടി കഴിക്കാൻ പോണ്ടേ? എൻ്റെ കെട്ടിയോളും കുട്ടികളും എൻ്റെ കൂടെ കുറച്ച് നാൾ കപ്പലിലുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളുടെ കപ്പലിലെ ലൈഫൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്കിള് കപ്പലിലെ ചീഫ് കുക്കായ മുനീറായിരുന്നു. ഇപ്പോൾ പുള്ളിയെ ഇഷ്ടപ്പെടാനുള്ള കാരണവും ഇതുതന്നെയായിരുന്നു. അവന് ഏറ്റവും പ്രിയങ്കരമായ KFCയും മറ്റ് ഭക്ഷണ സാധനങ്ങളൊക്കെ പുള്ളി ഉണ്ടാക്കി കൊടുത്തു. സ്വിമ്മിംഗ് പൂളില്ലാത്ത കപ്പലായതുകൊണ്ട് കിട്ടിയ ബാറ്റബ് വെച്ച് ആ കുറവങ്ങ് നികത്തി. എൻ്റെ സഹപ്രവർത്തകർ ഓരോരുത്തരെയും കൂട്ടുകാരാക്കിയതുകൊണ്ട് അവന് കളിക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകളെ കിട്ടി. പുറത്തുനിന്ന് വാങ്ങിച്ച സ്ലൈമും ലെഗോയും ഒക്കെ കളിച്ചും കുറേ സമയം അങ്ങനെ ചെലവഴിച്ചു. കപ്പൽ ചൈനയിലെത്തിയപ്പോൾ വാങ്ങിച്ച വീഡിയോ ഗെയിമിൽ നമ്മുടെ നൊസ്റ്റാൾജിക് ഗെയിമായ മാരിയോ കളിച്ച് അവൻ തുടങ്ങി. മാരിയോ കളിക്കുന്നതിനോടൊപ്പം തന്നെ തൻ്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ച് ഗെയിം കളിപ്പിച്ചും സമയമങ്ങ് മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ കുട്ടിക്കാല ഗെയിമായ മാരിയോ കളിക്കാൻ എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു. അപ്പോൾ അകത്തെ ബോറടിയൊക്കെ മാറ്റാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് കപ്പലിൻ്റെ ഡെക്കിലേക്കൊക്കെ പോകാറുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നോരോന്നായിട്ട് മുന്നോട്ട് നീങ്ങി. കപ്പലിൻ്റെ അറകൾ കാലിയായിരിക്കുന്ന സമയത്ത് ബാക്കിയുള്ളവർ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബോൾ പാസിംഗ് ഒക്കെ കളിച്ചു. കള്ളനും പോലീസും കളിച്ചും മീൻപിടുത്തവും ഒക്കെ ആയിട്ട് സമയം നല്ല രീതിയിൽ മുന്നോട്ട് നീങ്ങി. കൂടെ ഉണ്ടായിരുന്ന സെക്കൻഡ് എഞ്ചിനീയറും ഫാമിലിയും ഹിമാചൽ പ്രദേശുകാരായതുകൊണ്ട് അവരുടെ തനതായ വസ്ത്രശൈലിയിൽ ഫോട്ടോയും എടുക്കാൻ സാധിച്ചു. ഫിറ്റ്നസ് നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമായതുകൊണ്ട് തന്നെ കപ്പലിലെ ചെറിയ ജിമ്മിലും കുറേ സമയം അങ്ങനെ ചെലവഴിച്ചു. എന്താ അപ്പം പറഞ്ഞ അപ്പം ഇത് അമ്മ അമ്മ ഇത് ആട്. അനിയത്തിയെ തൻ്റെ പാഠപുസ്തകങ്ങൾ പഠിപ്പിച്ചും തൊട്ടിയിലിട്ട് ആട്ടി ഉറക്കിയും സമയം ചെലവഴിച്ചു. കപ്പലിൽ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഡ്രില്ലിലെയും ഭാഗഭാഗങ്ങളാക്കി ചൈൽഡ് ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് പരിശീലനം നേടിയെടുത്തു. അപ്പൻ്റെ ബോല് സൂട്ട് ഇടണമെന്ന ആഗ്രഹം എൻ്റെ XXL ബോല് സൂട്ട് ഇട്ട് കൊടുത്ത് സാധിച്ചു കൊടുത്തു. എൻ്റെ ഓഫീസ് ജോലിക്കിടയിൽ കൂടെ ഇരുന്നും കുറേ സമയം അവർ ചെലവഴിച്ചു. വെള്ളം പോകുന്ന കണ്ടോ? അപ്പോൾ കപ്പൽ യാത്രക്കിടയിൽ പ്രകൃതി നല്ലൊരു മനോഹരമായ മഴവില്ല് സമ്മാനിച്ചു. ശാന്തമായ കാലാവസ്ഥയിൽ എൻ്റെ ഒഴിവ് സമയങ്ങളിൽ കപ്പൽ മുഴുവൻ ഇവരെ ഒന്ന് ചുറ്റി കാണിച്ചു. അപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് കപ്പലിൽ കയറിയത് കൊണ്ട് തന്നെ ഇതൊക്കെ അവർക്കൊരു പുതിയ അനുഭവമായിരുന്നു. അപ്പോൾ എല്ലാവർക്കുമുള്ള ഒരു സംശയമാണ് കപ്പലിൽ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബോറടിക്കുമോ എന്നുള്ളത്. എന്നാൽ ചെറിയ ചെറിയ ആക്ടിവിറ്റീസിലൂടെ സമയമൊക്കെ നല്ല രീതിയിൽ അവർക്ക് ചെലവഴിക്കാൻ സാധിക്കുന്നുണ്ട്. കപ്പലിൻ്റെ ഹൃദയഭാഗമായ എൻജിൻ റൂമൊക്കെ ചെറിയ രീതിയിലൊന്ന് കണ്ട് അതിൽ കൺട്രോൾ റൂമിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലുഡോ ഗെയിമും കളിച്ചു. അപ്പോൾ ശിശുദിനമായപ്പോഴത്തേക്കും അവൻ്റെ മുടിയൊക്കെ വെട്ടി ചൈനയിലും കൊറിയയിലൊക്കെ പുറത്തു പോയി അവിടെയും കുറച്ച് ഗെയിമൊക്കെ കളിച്ച് സമയം വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങി. അപ്പം ആളുകളുടെ ഒരു സംശയമുണ്ട്, കുട്ടികൾ കപ്പലിൽ വരുമ്പോൾ കപ്പൽ പ്രക്ഷുബ്ധ കാലാവസ്ഥയിൽ പോകുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന്. എന്നാൽ നമ്മളുടെ മുതിർന്നവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. പിള്ളേർക്ക് പ്രക്ഷുബ്ധമായ കാലാവസ്ഥയൊന്നുമല്ല, അതൊന്നും അവരെ ബാധിക്കുന്നേയില്ല. കപ്പലിൽ നടക്കുന്ന ഉത്സവങ്ങൾ, അതായത് ക്രിസ്മസ് പോലുള്ള കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഒരുക്കങ്ങളിലൊക്കെ കുറേ സമയം അവർക്ക് ചെലവഴിക്കാൻ സാധിച്ചു. അറിയാവുന്ന സ്റ്റെപ്പ് വെച്ചിട്ട് പാർട്ടിയിലെ ഡാൻസ് ഫ്ലോറിലും കുറച്ച് നൃത്തച്ചുവടുകളൊക്കെ വെച്ച് കപ്പലിൽ 2 മാസത്തോളം ഉണ്ടായ ഓർമ്മകൾക്ക് വേണ്ടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കുട്ടികളുടെ ലൈഫ് കുഴപ്പമില്ലാതെ മുന്നോട്ട് നീങ്ങി. ഇപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ്, സ്റ്റേ സേഫ്. താങ്ക് യു.